ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 1951 സെപ്റ്റംബർ 11 ഇംഗ്ലണ്ടിൻ്റെ തീരത്ത് നിന്ന് ഫ്രാൻസിലേക്ക് നീന്തിയെത്തിയ ആദ്യത്തെ വനിതയാണ് ഫ്ലോറൻസ്. ഫ്ലോറൻസ് വീണ്ടും ഒരിക്കൽ കൂടി ഇംഗ്ലണ്ടിൻ്റെ തീരത്ത് നിന്ന് ഫ്രാൻസിലേക്ക് നീന്തി. അങ്ങനെ 1955 ലോക റെക്കോർഡിൻ്റെ ഉടമയായി. എന്നാൽ ഇതിനിടയിൽ 1952 അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള കാറ്റലീന ദ്വീപിൽ നിന്ന് കാലിഫോർണിയയുടെ തീരത്തേക്ക് നീന്താൻ ഫ്ലോറൻസ് ഒരു ശ്രമം നടത്തി. അന്ന് അവർക്ക് 34 വയസ്സ് പ്രായം. വലിയ പ്രതീക്ഷയോടെയായിരുന്നു അവർ അന്ന് നീന്താൻ തുടങ്ങിയത്. ഫ്ലോറൻസിൻ്റെ നീന്തൽ അത്ര സുഗമമായിട്ടല്ല മുന്നോട്ട് പോയത്. വമ്പൻ സ്രാവുകളെ കൊണ്ടും മൂടൽ മഞ്ഞിൻ്റെ ശല്യം കൊണ്ടും നീന്തൽ ആകെ ദുഷ്കരമായിരുന്നു. ഫ്ലോറൻസിനെ അനുഗമിച്ചിരുന്ന ബോട്ടിൽ നിന്നുകൊണ്ട് അവരുടെ അമ്മയും പരിശീലകനും നിരന്തരമായി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഏറെ ദൂരം ഫ്ലോറൻസ് മുന്നോട്ട് പോയി. പക്ഷെ കനത്ത മൂടൽമഞ്ഞ് കാരണം അധിക ദൂരത്തിലല്ലാതിരുന്നിട്ടും കര കാണാൻ ഫ്ലോറൻസിന് കഴിഞ്ഞില്ല. ഇതിനകം 16 മണിക്കൂറോളം തുടർച്ചയായി നീന്തിയ അവർ ആകെ ക്ഷീണിച്ച അവശയായിരുന്നു. തന്നെ വെള്ളത്തിൽ നിന്നും പൊക്കിയെടുക്കാൻ ഫ്ലോറൻസ് ആവശ്യപ്പെട്ടപ്പോൾ അമ്മയും പരിശീലകനും പറഞ്ഞു അല്പം കൂടി നീന്തിയാൽ കരയിലെത്തുമെന്ന്. പക്ഷെ 1 ഇഞ്ച് പോലും തനിക്ക് മുന്നോട്ട് പോകാൻ വയ്യ എന്ന് പറഞ്ഞ് ഫ്ലോറൻസ് നീന്തൽ അവസാനിപ്പിച്ചു. മൂടൽ മഞ്ഞ് കാരണം തൻ്റെ ലക്ഷ്യമായ കര കാണാൻ സാധിക്കാതെ പോയതായിരുന്നു ഫ്ലോറൻസിൻ്റെ പരാജയത്തിൻ്റെ കാരണം. ഇത് മനസ്സിലാക്കിയ ഫ്ലോറൻസ് 2 മാസത്തിന് ശേഷം വീണ്ടും കാറ്റലീന ദ്വീപിൽ നിന്ന് കാലിഫോർണിയയുടെ തീരത്തേക്ക് നീന്തി. ഇത്തവണയും കനത്ത മൂടൽമഞ്ഞുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഫ്ലോറൻസ് പരാജയപ്പെട്ടില്ല. നീന്തലിനിടയിൽ കനത്ത മൂടൽമഞ്ഞിനെ അഭിമുഖീകരിച്ചപ്പോഴും ആ മൂടൽമഞ്ഞിൻ്റെ പിന്നിലുള്ള കര അവർ മനസ്സിൽ കണ്ടു. ആ കരയിലെത്താൻ ദൃഢനിശ്ചയത്തോടെ അവർ നീന്തി. പുരുഷന്മാരുടെ റെക്കോർഡിനേക്കാൾ 2 മണിക്കൂർ കുറഞ്ഞ സമയം കൊണ്ട് ഫ്ലോറൻസ് അന്ന് കാലിഫോർണിയ തീരത്ത് നീന്തിയെത്തി ചരിത്രം സൃഷ്ടിച്ചു. ജീവിതത്തിൽ എന്തെങ്കിലും നല്ല ലക്ഷ്യമില്ലാത്തവരായി അധികമാരും കാണാറില്ല. ലക്ഷ്യപ്രാപ്തിയെക്കുറിച്ച് ഗൗരവപൂർവ്വം ചിന്തിക്കുകയും അതിനായി ആത്മാർത്ഥമായി ശ്രമിക്കുകയും ചെയ്യണം. നമ്മുടെ ലക്ഷ്യം കൃത്യമായി മുന്നിൽ കാണാൻ സാധിച്ചാൽ അത് നേടുന്ന കാര്യം താരതമ്യേന എളുപ്പമാകാനാണ് സാധ്യത. ലക്ഷ്യം വ്യക്തമായി കൺമുമ്പിൽ കാണുക അത്ര എളുപ്പമല്ല. എന്നാൽ നമ്മുടെ മനസ്സിൽ ലക്ഷ്യവും അതിൻ്റെ പൂർത്തീകരണവും കാണാൻ സാധിക്കുമെങ്കിൽ എത്ര പ്രതിബന്ധങ്ങളുണ്ടായാൽ പോലും അവയെ മറികടന്ന് വിജയത്തിലെത്താൻ നമുക്ക് സാധിക്കും. ജീവിതത്തിൽ വ്യക്തമായ ലക്ഷ്യബോധം ഉണ്ടായാൽ ലക്ഷ്യപ്രാപ്തിക്കായി നാം സ്വാഭാവികമായും കഠിനാധ്വാനം ചെയ്യും. ലക്ഷ്യപ്രാപ്തിയെ തുരങ്കം വയ്ക്കുന്ന പ്രതിബന്ധങ്ങളുണ്ടാകുമ്പോഴും നാം പതറിപ്പോവുകയില്ല. ജീവിത സമുദ്രത്തിൽ നീന്തി മറുകരയിലെത്താൻ നാം ശ്രമിക്കുമ്പോൾ സ്രാവുകൾ നമ്മെ വട്ടമിട്ടേക്കാം, മൂടൽ മഞ്ഞ് നമുക്ക് തടസ്സം നിന്നേക്കാം. എന്നാൽ ദൃഢനിശ്ചയത്തോടെ ലക്ഷ്യം മനസ്സിൽ കണ്ടുകൊണ്ടാണ് നാം
നീന്തി മുന്നോട്ട് പോകുന്നെങ്കിൽ വിജയം നമ്മുടേത് തന്നെയായിരിക്കും.